ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ്. നമുക്കിപ്പോൾ നമ്മുടെ പോർട്ടിലെ ബെർത്ത്, ബ്രേക്ക് വാട്ടർ, യാർഡ് എക്സ്റ്റൻഷൻ ഇത് മൂന്നും കാണാനായി സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെർത്തിന്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ 800 മീറ്റർ നീളമുള്ള ബെർത്തിൽ 2 ടെർമിനലാണ് നിലവിലുള്ളത്. ടെർമിനൽ 1 ആൻഡ് ടെർമിനൽ 2. ടെർമിനൽ 2-ൽ ഒരു വലിയ കപ്പൽ മൂറിങ്ങിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാനായി സാധിക്കും. മൂറിംഗ് ഹെവി റോപ്പുകൾ ബൊളാറ്റ്സിൽ ടൈ ചെയ്തിരിക്കുന്നതും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ടൈ ചെയ്യുന്ന വീഡിയോയൊക്കെ ഞാൻ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ MSCയുടെ ജംബോ 9 എന്ന് പറയുന്ന കപ്പലാണ് ഇപ്പോൾ നിലവിൽ മൂറിങ്ങിലായിട്ടുള്ളത്. ഹെവി റോപ്പുകൾ വളരെ വ്യക്തമായിട്ട് ബൊളാറ്റ്സിൽ ടൈ ചെയ്തിരിക്കുന്നത് കാണാനായി സാധിക്കും. ഏകദേശം 332.8 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് എന്ന് പറയുന്നത്. 43 മീറ്ററാണ് ഷിപ്പിന്റെ വീതി അല്ലെങ്കിൽ ബീം എന്ന് പറയുന്നത്. 24 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 8400 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന കപ്പലിന് 700 റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാനായി സാധിക്കും. ഇപ്പോൾ ഒരു 40 ഫീറ്റുള്ള കണ്ടെയ്നറാണ് STS ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ റീഫർ കണ്ടെയ്നറിനോട് പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. എന്താണ് റീഫർ കണ്ടെയ്നർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നമ്മുടെ മെറ്റീരിയൽ ഒരു രാജ്യത്ത് നിന്നും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലം വഴി കപ്പൽ മാർഗം സഞ്ചരിക്കുന്നതിനാണ് റീഫർ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. ചിലപ്പം അതിന്റെ ടെമ്പറേച്ചർ ചിലപ്പം -9 ആയിരിക്കും, അല്ലെങ്കിൽ 0.1 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് എയർ ടെമ്പറേച്ചറൊക്കെ നമുക്കറിയാം 32, 31 ഒക്കെയാണ്. ചിലപ്പോൾ 29 ആയിരിക്കും, ചിലപ്പോൾ 20 ആയിരിക്കും, ചിലപ്പോൾ -ന് താഴെ ആയിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽ മിക്കതും ഫുഡ് ഐറ്റംസ് ആയിരിക്കും, കെമിക്കൽസ് ആയിരിക്കും. അങ്ങനെയുള്ള പല ഐറ്റംസ് കൊണ്ടുപോകാനാണ് ഈ റീഫർ കണ്ടെയ്നർ ഉപയോഗിക്കുന്നത്. പല കപ്പലുകളിലും റീഫർ കണ്ടെയ്നർ വളരെ കുറച്ച് മാത്രമാണ് ഉൾക്കൊള്ളാനായി സാധിക്കും. കാരണം 90% നമ്മൾ ഈ കാണുന്ന 20 ഫീറ്റും 40 ഫീറ്റും സാധാ കണ്ടെയ്നർ ആണെങ്കിൽ റീഫർ കണ്ടെയ്നർ വളരെ കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഈ കപ്പലിന് 700 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന് ഏകദേശം 2700 TEU റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാനായി സാധിക്കും. കൂടുതൽ റീഫർ കണ്ടെയ്നർ ഒന്നും കാണാറില്ല, എങ്കിലും എല്ലാ കപ്പലിലും ഒരു നിശ്ചിത രീതി, കാരണം ചാർജിങ് പ്ലഗ് ഉൾപ്പെടെ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ വേണ്ടി ചാർജിങ് പ്ലഗ് ഉൾപ്പെടെയാണ് റീഫർ കണ്ടെയ്നറിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കും നമ്മുടെ ബെർത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ധാരാളം ട്രെയിലർ ലോറികൾ നിരന്നു നിൽക്കുന്ന കാണാനായി സാധിക്കും. കാരണം 2 കപ്പലുകൾ നിലവിൽ മൂറിങ്ങിലാണ്. അതുകൊണ്ട് സദാസമയം 24 hours നമ്മുടെ ട്രെയിലർ ലോറികൾ റണ്ണിങ്ങിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒന്നിന് പുറകെ ഒന്നായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. മിക്കതും 40 ഫീറ്റ് കണ്ടെയ്നറാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. 40 ഫീറ്റും 20 ഫീറ്റും മിക്സ് തന്നെയായിരിക്കും. ഇനി ഒരു 45 മീറ്ററുള്ള കണ്ടെയ്നർ വരുന്നുണ്ട്. നമ്മുടെ STS ക്രെയിൻ്റെ സ്പ്രെഡർ എന്ന് പറയുന്നത് 40 ഫീറ്റ്, 20 ഫീറ്റ്, 45 ഫീറ്റ് ഇങ്ങനെ പല രീതിയിലും ഇത് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുന്ന ഈ പറയുന്ന സ്പ്രെഡറുകളാണ്. STS ക്രെയിനും നമ്മൾ ഈ കാണുന്ന കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിനും ഉള്ളത്. പല തരത്തിലുള്ള കണ്ടെയ്നർ മൂവ്മെന്റ് നടത്താൻ സാധിക്കും. അതുമാത്രമല്ല ഇനിയും നമ്മുടെ ഈ പറഞ്ഞ റീച്ച് ട്രാക്കർ ക്രെയിനുകളുണ്ട്. ആ ക്രെയിനുകളാണെങ്കിൽ പോർട്ടിന് പുറത്തേക്ക്, അതായത് നമ്മൾ ഈ കാണുന്ന യാർഡിനല്ലാതെ യാർഡിന് പുറത്തേക്കുള്ള കണ്ടെയ്നർ കൊണ്ടുപോകാൻ സാധിക്കും. അതിപ്പോൾ നമുക്ക് കാണാനായി സാധിക്കും. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റീച്ച് ട്രാക്ക് ക്രെയിനുകൾ നമുക്ക് കാണാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ ഹൈറ്റിലാണ് കണ്ടെയ്നർ നിരത്തിയിരിക്കുന്നത് കാണാനായി സാധിക്കുന്നത്. ഇതെല്ലാം യാർഡ് പോർഷനാണ്. യാർഡിൽ ധാരാളം കണ്ടെയ്നറുകളുണ്ട്. നമുക്ക് ഈ കണ്ടെയ്നർ മൂവ്മെന്റ് നമുക്ക് നോക്കാം. വളരെ ദൂരെയായിട്ടൊരു ലോറി വരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ആണ് പോർട്ട് ഓഫ് ബിൽഡിംഗ് എന്നൊക്കെ നമുക്ക് പറയുന്നത്, അല്ലെങ്കിൽ PO ബിൽഡിംഗ് എന്ന് പറയുന്ന ആ ഭാഗത്തിരുന്നാണ് നിലവിൽ STS ക്രെയിനുകളും നമ്മുടെ യാർഡ് ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് മുന്നിലായിട്ട് ഒരു ചെറിയ ക്രെയിന് കാണാനായി സാധിക്കും. കാരണം ചെറുതെന്ന് പറയാൻ കാരണം നമ്മുടെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളായിട്ടും സൈസ് കുറവാണെങ്കിലും ഏകദേശം 5 കണ്ടെയ്നർ ഹൈറ്റിൽ ഈ കണ്ടെയ്നർ സ്ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റീച്ച് ട്രാക്കർ ക്രെയിനുകൾ ഉള്ളത്. നമുക്ക് ഒരു റെഡ് രീതിയിൽ കാണാൻ സാധിക്കണ്ടോ. ഇങ്ങനെ 4 5 ക്രെയിനുകളാണ് നമ്മുടെ പോർട്ടിൽ. 4 ക്രെയിനാണെന്ന് തോന്നുന്നു, 4 5 ക്രെയിനുകൾ നിലവിലുണ്ട് കേട്ടോ. അത് നിലവിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കണ്ടെയ്നർ മാറ്റി വയ്ക്കും, ചിലപ്പം കെമിക്കൽസ് അടങ്ങിയ കണ്ടെയ്നർ. ഇപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അതിനാൽ ധാരാളം കണ്ടെയ്നർ പല രാജ്യത്തു നിന്നും വരുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നും പല പോർട്ടിൽ നിന്നും നമ്മുടെ പോർട്ടിൽ വന്നിട്ടാണ് ലോകത്തിന്റെ പല ഭാഗത്തേക്കും പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റീച്ച് ട്രാക്കർ ക്രെയിനുകളുടെയും നമ്മുടെ യാർഡ് ക്രെയിനുകളെയും വർക്കിംഗ് ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ലഭിക്കും കണ്ടോ. ഇപ്പോൾ 2 റീച്ച് ട്രാക്ക് ക്രെയിനുകൾ നമ്മുടെ വീഡിയോന്റെ വലത് ഭാഗത്ത് കാണാൻ സാധിക്കുന്നതോടൊപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ പറയുന്ന
യാർഡ് ക്രെയിൻ ഉപയോഗിച്ച് ഒരു കണ്ടെയ്നർ നിലവിൽ ലോറിയിലേക്ക് അല്ലെങ്കിൽ ട്രെയിലറിലേക്ക് ഫില്ല് ചെയ്യുന്നു. കണ്ടോ, ഇതിങ്ങനെ വളരെ സാവധാനമാണ് ഇങ്ങനെ എടുത്തു വയ്ക്കുന്നത്. 0% എററാണ് നമ്മുടെ ഈ പറയുന്ന ക്രെയിനുകൾക്കുള്ളത്. കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് IIT ഡൽഹിയാണ്. ഡൽഹിയിൽ നിന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ക്രെയിനുകളെല്ലാം നമ്മൾ ഈ കാണുന്ന പോർട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 9ഓളം വനിതകൾ, വിഴിഞ്ഞത്തുള്ള വനിതകൾ നമ്മുടെ ഈ ക്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുണ്ട്. കാരണം അത് ഇന്ത്യയിലെ തന്നെ ചരിത്രത്തിൽ ആദ്യമാണ് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പോർട്ട് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ വർക്കിംഗ് എല്ലാം നടക്കുന്നത്. നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഇടയ്ക്ക് മഞ്ജു വാര്യരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു മോട്ടിവേഷൻ തന്നെയാണ്. അവർ വന്ന് നമ്മുടെ പോർട്ട് വീക്ഷിക്കുകയുണ്ടായി. അപ്പോൾ ഈ പറയുന്ന ഉരുക്ക് വനിതകൾ എന്ന് പറയുന്നത് പോലെ, നമ്മളെ ഉരുക്ക് മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമ്മുടെ പോർട്ടിൽ വരുന്ന കപ്പലുകളെ പിടിച്ചു കെട്ടി എന്ന് പറയും പോലെ ഹെവി റോപ്പ് ഉപയോഗിച്ച് ബൊളാറ്റ്സിൽ ടൈ ചെയ്യുന്ന ഉരുക്ക് ആൾക്കാരെ കാണുന്ന പോലെ തന്നെ ഉരുക്ക് വനിതകൾ നമുക്ക് പറയാം. കാരണം ഇതുപോലുള്ള ക്രെയിനുകളെ വളരെ ചെറിയൊരു ജോയ്സ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് സദാസമയം കൺട്രോൾ ചെയ്ത് 24 hours നമ്മുടെ പോർട്ടിന്റെ വർക്ക്. അതുമാത്രമല്ല, വിഴിഞ്ഞം പോർട്ടിൽ വന്നൊരു കപ്പലിനെ അറസ്റ്റ് ചെയ്ത് പുറംകടലിൽ നിർത്തിയിരിക്കുന്നു. നമുക്ക് ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ആഴിമല ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നാണ്. കണ്ടോ, ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടാണ് പുറംകടലുള്ള ഷിപ്പിനെ കാണാനായി സാധിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് സൂം ചെയ്യാം. എത്രത്തോളമാണ് ക്ലാരിറ്റി ആയിട്ട് കിട്ടുമെന്ന് നമുക്കറിയില്ല. നമുക്കൊന്ന് സൂം ചെയ്താലേ വളരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുള്ളൂ. ഈ കപ്പലിനെയാണ് നമ്മുടെ ഹൈക്കോടതി നമ്മുടെ MSC എൽസയുടെ ഈ പെനാൽറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കോമ്പൻസേഷന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ള കപ്പൽ. എനിക്ക് തോന്നുന്നു സൗത്ത് ഏഷ്യയിൽ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയില്ല, അതുകൊണ്ടാണ്. അറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും കപ്പലുകൾ ഇങ്ങനെ വേറെ ഏതെങ്കിലും പോർട്ടിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അറിയാന്നുള്ളവർ കമന്റ് ചെയ്യുക. നമുക്ക് ഈ കപ്പലിന്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോയി കഴിഞ്ഞാൽ IMO നമ്പർ 92208447 4/1/2002 ബിൽഡ് ചെയ്ത കപ്പലാണ്. ഏകദേശം 195.6 മീറ്ററാണ് കപ്പലിന്റെ ലെന്ത് വരിക. 30.2 മീറ്ററാണ് ഷിപ്പിന്റെ ബീം അല്ലെങ്കിൽ ഷിപ്പിന്റെ വീതി എന്ന് പറയുന്നത്. ഏകദേശം 16.6 മീറ്ററാണ് ഷിപ്പിന്റെ ഡെപ്ത്. 11 മീറ്ററാണ് മാക്സിമം ഡ്രാഫ്റ്റ്. നിലവിൽ എനിക്ക് തോന്നുന്നു 7.5 മീറ്റർ എന്തോ ആണ് നിലവിലെ ഡ്രാഫ്റ്റ് കപ്പലിന്. 21 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലിന് 2200 TEU കണ്ടെയ്നർ ഉൾക്കൊള്ളാനായി സാധിക്കും. അതിൽ 350 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഫീഡർ വെസലാണ് MSC അഗിറ്റേറ്റർ 2 എന്ന് പറയുന്ന കപ്പലിന്. ഡെഡ് വെയിറ്റ് എന്ന് പറയുന്നത് 30,592 ആണ്. ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് കോർപ്പറേറ്റ് ലിമിറ്റഡ് സൗത്ത് കൊറിയയാണ് ഈ കപ്പൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. എഞ്ചിൻ ടൈപ്പ് BNW S8S70MC ആണ്. എഞ്ചിൻ പവർ 24,850 കിലോവാട്ടാണ്. RPM 95 ആണ്. ഇതിൽ ബോ ത്രസ്റ്റർ ഉണ്ട്. ബോ ത്രസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ സ്ഥലത്തൂടെയൊക്കെ പോകാൻ വേണ്ടിയാണ് ബോ ത്രസ്റ്ററൊക്കെ ഉപയോഗിക്കുന്നത്. നമുക്ക് അത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇതാണ് ആ കപ്പൽ എന്ന് പറയുന്നത്. കപ്പൽ ഇപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു 9-ാം തീയതിക്ക് നമ്മുടെ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടതാണ്. നമുക്ക് ഈ കപ്പൽ വന്നത് നമുക്ക് മഡഗാസ്കർ എന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഈ കപ്പൽ വന്നത്. ഇവിടെ വന്നതിന് ശേഷം 9-ാം തീയതി നമുക്ക് അടുത്ത പോർട്ടിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അറിയില്ല, നമുക്ക് കാണാനായി സാധിക്കില്ല. ഈ കപ്പലിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് നിലവിലില്ല. ഈ കപ്പൽ നിലവിൽ ഇപ്പോൾ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയേണ്ട. അപ്പോൾ ചോദിക്കും ഈ കപ്പലിലുള്ള കണ്ടെയ്നർ എന്ത് ചോദിക്കും. നിലവിൽ ഇതെല്ലാം ഇരിക്കുന്ന നിലവിലുള്ള കണ്ടെയ്നറെല്ലാം അതാത് രാജ്യത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉള്ളതെല്ലാം ഈ പറയുന്ന കാലി കണ്ടെയ്നർ. ഇതിനകത്ത് ഒന്നുമില്ല. കാരണം നമുക്കത് ഈ പറയുന്ന ഡ്രാഫ്റ്റ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ബൾബസ് ബോയൊക്കെ വളരെ പുറത്താണുള്ളത്. അതുകൊണ്ട് മാത്രമല്ല ഞാനിങ്ങനെ പറയുന്നത്. ഞാൻ ഇൻഫർമേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതോറിറ്റി മീൻസ് ഇതുവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഇൻഫോ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, നമുക്കത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കണ്ടെയ്നർ എന്ത് ചെയ്യും എന്നൊരു വലിയൊരു ചോദ്യമാണ്. അപ്പോൾ പറഞ്ഞ് ഇതിനകത്ത് നിലവിൽ കണ്ടെയ്നർ ഇല്ല. ഉള്ള കണ്ടെയ്നറെല്ലാം തന്നെ പോർട്ടിൽ നിന്ന് വേറെ കപ്പലിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ കപ്പലിന് ഇപ്പോൾ ഔട്ടർ ആങ്കറേജിലുള്ളത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്നുള്ളവർ കമന്റ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് ഈ കപ്പലിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ഞാൻ കമന്റ് ഒന്നും പറയുന്നില്ല. കാരണം അങ്ങനെ നമ്മുടെ ചാനൽ പൊളിറ്റിക്സോ അങ്ങനെ നിലവിലൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽ വെച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നിലവിൽ കപ്പൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കപ്പലിനെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അറസ്റ്റ് ചെയ്ത് നല്ലതാണോ? നിലവിൽ അത് MSCയുടെ കപ്പലാണ് അറസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് നമ്മൾ MSC പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം MSC പോലുള്ള വലിയൊരു കമ്പനിയാണ് നമ്മുടെ പോർട്ടിൽ വന്ന് ധാരാളം കണ്ടെയ്നറും കപ്പലുകളും വന്നിട്ടുണ്ടെങ്കിലും
നിലവിൽ എല്ലാ കപ്പൽ കമ്പനികൾക്കും വളരെയധികം ലാഭമുള്ള പോർട്ട് തന്നെയാണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. MSC അല്ലെങ്കിൽ നമുക്ക് വേറൊരു കപ്പൽ കമ്പനി, അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മുടെ പോർട്ടാണ് നമ്മൾ ഹൈലൈറ്റ് പോയിന്റ്. അല്ല നമുക്ക് നിർബന്ധിച്ച് ഒരു കമ്പനികളെയും ഇവിടെ കൊണ്ടുവരാനായി സാധിക്കില്ല. അങ്ങനെ ഒരു കമ്പനി വരാൻ പോകുന്നില്ല. അവരവർക്ക് ലാഭം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരവർ ലാഭം ഉള്ളിടത്ത് തന്നെയാണ് പോകുന്നത്. എന്നാൽ MSC നമുക്ക് സ്നേഹം കൂടുതൽ തോന്നാൻ കാരണം MSCയുടെ കണ്ടെയ്നർ കപ്പലായ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC അയർനെയും നമ്മുടെ പോർട്ടിൽ വന്നുപോയി. MSCയുടെ ജേഡ് സർവീസിന്റെ ഭാഗമായിട്ട് വന്നു പോയതുകൊണ്ട് MSCയുടെ നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള സത്യമാണ്. എന്നാൽ നമ്മളെ പുറം കടലിൽ കപ്പൽ മറിഞ്ഞതോട് സംബന്ധിച്ച് ധാരാളം കെമിക്കൽസ് ഉൾപ്പെടെ ധാരാളം ഈ പറയുന്ന വേസ്റ്റുകളിൽ നമ്മളെ പുറംകടൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള കോമ്പൻസേഷന്റെ പരമായിട്ടാണ് കപ്പൽ ഇവിടെ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് അറിയാനായി സാധിച്ചത്. അത് നമുക്ക് ഈ പറഞ്ഞ ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്നോ, കോടതി വരെ പോകണമായിരുന്നു? ഇതെല്ലാം കമന്റ് രൂപത്തിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ, നമ്മളെ കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ തന്നെ അയക്കണം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇനിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ടിനൊന്നും സംഭവിക്കില്ല. എന്നാലും തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ ഇതിന്റെ ഡീറ്റെയിൽ, അതായത് ഇത് അറസ്റ്റ് ചെയ്തത് കൊണ്ടുള്ള ഗുണവും ദോഷവും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു കമന്റ് പറയുന്നില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ വിട്ടിരിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്.